പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ 5ാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്നിവിടെ കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ മികച്ച തൈ ഉണ്ടാക്കുന്ന കാര്യമാണ് നാം ചർച്ച ചെയ്തത്. ഇനി നമുക്ക് മികച്ച വിത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ വീഡിയോ നിരീക്ഷിക്കൂ. ഇതിൽ മുളകിൻ്റെ 2 വീഡിയോകൾ നൽകിയിരിക്കുന്നു. ഓരോന്നിനും എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? ശാസ്ത്രപുസ്തകത്തിൽ എഴുതൂ. ഇനി എഴുതിയത് നമുക്കൊന്ന് വായിച്ചാലോ? ഒന്നാമത്തെ ഇനത്തിൽ വളരെ കുറച്ച് മുളക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. രണ്ടാമത്തേതിൽ ധാരാളം മുളക് ഉണ്ടാകുന്നു. ഇനി രണ്ടിൻ്റെയും ഗുണങ്ങളുള്ള ഒരു മുളക് ചെടി ഉണ്ടാക്കാൻ നമ്മൾ ആലോചിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന മുളക് ചെടിക്ക് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരിക്കും? ശാസ്ത്രപുസ്തകത്തിൽ എഴുതി നോക്കൂ. ഇത്തരത്തിൽ ഒരു തൈ എങ്ങനെ ഉണ്ടാക്കും? നമ്മൾ ഇതുവരെ പരിചയപ്പെട്ട ഏതെങ്കിലും ഒരു രീതി ഇവിടെ പ്രയോജനപ്പെടുത്താനാവുമോ? പറ്റില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള മറ്റേതെങ്കിലും മാർഗം? ഞാൻ പറയാം. പരാഗണം വഴിയാണ് വിത്ത് ഉണ്ടാകുന്നത് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ശരിയാണ്, നിങ്ങൾ പരാഗണം പഠിച്ചിട്ടുണ്ട്. എത്ര തരം പരാഗണമാണ് നാം പഠിച്ചിട്ടുള്ളത്? ഏതെല്ലാമാണത്? സ്വപരാഗണം, സെൽഫ് പോളിനേഷൻ, പരപരാഗണം, ക്രോസ് പോളിനേഷൻ. എന്താണ് സ്വപരാഗണം? പരാഗരേണുക്കൾ അതേ സസ്യത്തിന്റെ തന്നെ മറ്റൊരു പൂവിന്റെ പരാഗണസ്ഥലത്ത് പതിക്കുന്നതാണ് സ്വപരാഗണം. പരപരാഗണം എന്തായിരിക്കും? പരാഗരേണുക്കൾ മറ്റൊരു സസ്യത്തിലെ പൂവിന്റെ പരാഗണസ്ഥലത്ത് പതിക്കുന്നതാണ് പരപരാഗണം. ഈ വീഡിയോ നിരീക്ഷിക്കൂ. ഇവിടെ ഒരു സസ്യത്തിലെ പൂവിൽ നിന്നും അതേ സസ്യത്തിന്റെ പരാഗണസ്ഥലത്തേക്ക് പരാഗരേണുക്കൾ പതിക്കുന്നതായി കാണുന്നില്ലേ? ഇതാണ് സ്വപരാഗണം, സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചിത്രം നോക്കൂ. ഒരു സസ്യത്തിലെ പരാഗരേണുക്കൾ മറ്റൊരു സസ്യത്തിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നു. ഇതാണ് പരപരാഗണം, ക്രോസ് പോളിനേഷൻ. സ്വപരാഗണത്തിലാണോ പരപരാഗണത്തിലാണോ 2 സസ്യങ്ങളുടെയും ഗുണങ്ങൾ കൂടിച്ചേരുന്നത്? പരപരാഗണത്തിൽ. എന്തുകൊണ്ടാണ്? സ്വപരാഗണത്തിൽ ഒരു ചെടിയിലെ ഒരേ പൂവിൽ തന്നെയോ അതേ ചെടിയിലെ 2 പൂവുകൾക്കിടയിലോ ആയിരിക്കും. അതിനാൽ ഒരേ ഗുണമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ പരപരാഗണത്തിൽ വ്യത്യസ്ത ചെടിയിലെ പൂക്കൾക്കിടയിലായതിനാൽ 2 ചെടികളുടെയും ഗുണങ്ങൾ കൂടിച്ചേരും. ഇവിടെ 2 മുളക് ചെടിയുടെയും ഗുണങ്ങൾ കൂടിച്ചേരാൻ ഏതുതരം പരാഗണമാണ് നടക്കേണ്ടത്? പരപരാഗണം. ഇങ്ങനെ പ്രാണികൾ വഴിയോ മറ്റേതെങ്കിലും വഴിയോ പരാഗണം നടന്നാൽ നമ്മൾ തിരഞ്ഞെടുത്ത മുളക് ചെടികൾ തമ്മിലാണ് പരാഗണം നടക്കുന്നത് എന്ന് ഉറപ്പാക്കാൻ കഴിയുമോ? 6ാം ക്ലാസ്സിലെ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന അധ്യായത്തിൽ നാം പഠിച്ചു തോർക്കുന്നുണ്ടോ? മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് വിതറുന്ന ഒരു രീതിയെക്കുറിച്ച് പഠിച്ചതായി ഓർമ്മയില്ലേ? ആ രീതിയെ നാം ഒരു പേര് വിളിച്ചിരുന്നു. എന്തായിരുന്നു? കൃത്രിമ പരാഗണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അങ്ങനെയെങ്കിൽ കൃത്രിമ പരാഗണം നടത്താൻ കഴിയുമോ? എങ്ങനെയാണെന്ന് നോക്കാം. സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. ഒരേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിന്റെ പരാഗണസ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്നുള്ള പരാഗണം തടയുന്നതിനായി പൂവ് പൊതിഞ്ഞുകെട്ടുന്നു. എപ്പോഴാണ് കൃത്രിമ പരാഗണം നടത്തേണ്ടത്? ഇവിടെ നടന്ന പ്രവർത്തനം എന്താണ്?
ഒരേ വർഗ്ഗത്തിൽ പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉത്പാദിപ്പിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് വർഗസങ്കരണം. അപ്പോൾ വർഗസങ്കരണം എന്നതിനെ നമുക്ക് എങ്ങനെ നിർവചിക്കാം? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണമുള്ളതുമായ രണ്ട് ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി രണ്ടിന്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം എന്ന് പറയുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന വിത്തുകളിൽ ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇതാണ് സങ്കരയിനം വിത്തുകൾ. പാഠപുസ്തകത്തിൽ ഏതാനും സങ്കരയിനം വിത്തുകളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സങ്കരയിനം വിത്തുകൾ നിർമ്മിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലാണ്. ചില കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി, കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഇതുകൂടാതെ നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ കാർഷിക മേഖലയിൽ ഗവേഷണ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ട്. അവ ഏതെല്ലാമെന്ന് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ നിങ്ങൾ എഴുതണം. വർഗസങ്കരണവുമായി ബന്ധപ്പെട്ട് നാം കുറേ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്തു. വീട്ടിൽ മത്തയുണ്ടെങ്കിൽ കൃത്രിമ പരാഗണം നടത്തി നോക്കൂ. നിങ്ങളുടെ നിരീക്ഷണം ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ മറക്കേണ്ടതില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.